അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും അതിൻ്റെ മഹത്വങ്ങളും തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയവും തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് ഞാൻ സംസാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നേരത്തെ തഹജ്ജുദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ കണ്ടവരാണെങ്കിലും അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരം പതിവാക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ പ്രത്യേകം കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് വിഷയങ്ങൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഒന്ന്, തഹജ്ജുദ് നിസ്കാരത്തിലെ റക്അത്തുകളുടെ എണ്ണം, അതേപോലെ തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കേണ്ട സമയം, അതിലേറ്റവും അഫ്ളലായ സമയം ഏതാണ് എന്നുള്ളത് പറയാം. മാത്രമല്ല തഹജ്ജുദ് നമസ്കാരവും വിത്ർ നമസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ, അങ്ങനെ വിത്ർ നമസ്കാരം നിർവഹിക്കുന്ന ഘട്ടത്തിൽ തഹജ്ജുദിന് കൂടി കരുതേണ്ടത് എങ്ങനെയാണ്, അതേപോലെ ഒരാൾ രാത്രി ഇശായി നിസ്കരിക്കാതെ കിടന്നുറങ്ങി അങ്ങനെ പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് ഇശായി നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇശായി നമസ്കാരത്തിന് മുമ്പ് തന്നെയായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങൾ കൂടി സംസാരിക്കാം. ഒരാൾ പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് ഒരുപാട് നിസ്കരിക്കുകയാണ് എങ്കിൽ അയാൾ എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്, അയാൾ എപ്പോഴാണ് വിത്ർ നിസ്കരിക്കേണ്ടത് എന്നുള്ള വിഷയം കൂടി ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. മാത്രമല്ല തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുആ അത് ഇതിൻ്റെ അവസാനം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് പ്രത്യേകമായി ഞാൻ ചൊല്ലിത്തരാം. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. കൃത്യമായി കേൾക്കുക. കേട്ടാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ തീർച്ചയായും നിങ്ങൾ അഭിപ്രായം അറിയിക്കുകയും ഈ വീഡിയോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ പല വീഡിയോകൾ കണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ഒരുപാട് അനുവദനീയമായ ആഗ്രഹങ്ങൾ പൂർത്തിയായി കിട്ടാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ വിഷമങ്ങൾ മാറ്റിത്തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളെക്കാളും ഏറെ കൃത്യമായി അറിയുന്നത് അല്ലാഹുവിനാണല്ലോ. അല്ലാഹുവേ, നമ്മുടെ ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും ആവശ്യമുള്ള സമയത്ത് നമുക്ക് നൽകി നമ്മെ നീ അനുഗ്രഹിക്കണം റബ്ബേ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് തഹജ്ജുദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, തഹജ്ജുദ് നമസ്കാരം എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ചില മഹത്വങ്ങൾ പറഞ്ഞ് രൂപത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. തഹജ്ജുദ് നമസ്കാരം എന്നുള്ളത് വലിയ മഹത്വമാണ്. തഹജ്ജുദ് നമസ്കാരം സുന്നത്താണെന്ന വിഷയത്തിൽ തർക്കമേ ഇല്ല എന്നുള്ള വിഷയം പറഞ്ഞുകൊണ്ടാണ് ഫത്ഹുൽ മുഈൻ ഈ വിഷയം തന്നെ ആരംഭിക്കുന്നത്. മാത്രമല്ല മഹാനവറുകൾ ഈ തഹജ്ജുദ് നമസ്കാരവുമായി ബന്ധപ്പെട്ടവിടെ വിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകൾ കൂടി നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും തഹജ്ജുദ് നമസ്കാരത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂറത്ത് സുമർ നമുക്കറിയാം, വിശുദ്ധമായ ഖുർആനിലെ 39ാമത്തെ സൂറത്താണ്. അതിലെ 9ാമത്തെ ആയത്ത്, ആ ആയത്തിന്റെ ഭാഗം ഒരുപക്ഷെ ആ ആയത്തിന്റെ ഭാഗം നമ്മളൊക്കെ പലപ്പോഴുമായി കേട്ടിട്ടുണ്ടാവും. കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അതായത് ഒരു ചോദ്യമാണ്, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? യഥാർത്ഥത്തിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല എന്ന് നിഷേധിച്ചുകൊണ്ടുള്ള ഈ ചോദ്യം. എന്നാൽ ഇതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ചില മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അറിവുള്ളവർ എന്നതുകൊണ്ടുള്ള താല്പര്യം അത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. കാരണം എന്തേ? ജ്ഞാനികൾക്ക് മാത്രമേ രാത്രിയിൽ ശരീരത്തിന്റെ ദേഹച്ചകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉണർന്ന് നിസ്കരിക്കാൻ പറ്റൂ, ഉറക്കിൽ നിന്ന് ഉണർന്ന് നിസ്കരിക്കാൻ പറ്റൂ എന്നുള്ളത് ചില മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിന്റെ ആയത്തിന്റെ ഭാഗം ഫത്ഹുൽ മുഈൻ ഈ തഹജ്ജുദുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നവിടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് തഹജ്ജുദിന് വേണ്ടിയുള്ള പ്രത്യേക പ്രേരണ, പ്രത്യേക കൽപ്പന വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല സൂറത്തു സാരിയാത്തിലെ 18ാമത്തെ ആയത്തിന്റെ ഭാഗത്ത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്നുള്ള ഭാഗം കൂടി ഫത്ഹുൽ മുഈൻ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടെ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ അത്തായ സമയത്ത് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. അത്തായ സമയത്ത് പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളത്, അത്തായ സമയത്ത് ദുആ ചെയ്യുക എന്നുള്ളത്, അതിന് ഉത്തരം കിട്ടാനുള്ള പോസിബിലിറ്റി, സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ സമയം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. വിശുദ്ധമായ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും തഹജ്ജുദ് നമസ്കാരത്തിന് ഏറെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു, അതേപോലെ ഒരു സ്ത്രീയെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയുള്ള സ്ത്രീയും പുരുഷനുമാണ്? അതായത് ഒരു പുരുഷൻ, ആ പുരുഷൻ രാത്രി എണീറ്റ് നമസ്കരിക്കുന്നു. രാത്രി എണീറ്റ് നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ഭാര്യയെ നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുന്നു. അങ്ങനെ ഭാര്യ ഉണരാത്ത പക്ഷം ഒരൽപ്പം വെള്ളം കുടഞ്ഞ് അവളെ ഉണർത്തുന്നു. അങ്ങനെ അവളും നിസ്കരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു സ്ത്രീയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെ സ്ത്രീയാണ്? അവൾ രാത്രി എണീറ്റ് നമസ്കരിക്കുന്നു. രാത്രി എണീറ്റ് അവൾ നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ഭർത്താവിനെ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുന്നു. അങ്ങനെ ഭർത്താവ് ഉണരാത്ത പക്ഷം ഒരൽപ്പം വെള്ളം കൊടിഞ്ഞ് ആ ഭർത്താവിനെ ഉണർത്തുന്നു. അങ്ങനെ ആ ഭർത്താവ് നിസ്കരിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീയിലും പുരുഷനിലും അള്ളാഹു ബർക്കത്ത് ചെയ്തിരിക്കുന്നു എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് രാത്രി തഹജ്ജുദ് പതിവാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നു എന്ന് കൂടി നമ്മൾ തിരിച്ചറിയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, തഹജ്ജുദ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ്. കാരണം ആ ഭാഗ്യത്തിന് വേണ്ടി തന്നെ നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ടതുണ്ട്. തഹജ്ജുദ് പതിവാക്കുകയും ഒപ്പം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്ത് പഠിച്ച, സഹാബത്തിൽ നിന്ന് താബീങ്ങൾ പഠിച്ച, അവരിൽ നിന്ന് താബീങ്ങൾ പഠിച്ച, ഇങ്ങനെ ട്രഡീഷണലായി പാരമ്പര്യമായി കടന്നു വന്ന ഇസ്ലാമിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയങ്ങൾ അടിയുറച്ച് ജീവിക്കുകയും ആ ആശയങ്ങളെ പിൻപറ്റി നമ്മുടെ ജീവിതത്തെ നന്നാക്കുകയും ചെയ്ത് നാളെ പാരിത്രിക ലോകത്ത് കൂടി വിജയിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പ്രധാന ഒരു കാരണമായി തഹജ്ജുദ് നമസ്കാരം മാറും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാമകമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, തഹജ്ജുദ് നമസ്കാരത്തിനേക്ക് ഒരുപാട് മഹത്വമുണ്ട്. അതായത് അബ്ദുള്ള നല്ലൊരാളാണ്. അബ്ദുള്ള രാത്രി എണീറ്റ് നമസ്കരിക്കുകയായിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രചോദനമുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനുശേഷം മഹാനവർ രാത്രി അല്പം മാത്രമേ കിടന്നുറങ്ങുമായിരുന്നു, അധിക സമയവും നിസ്കരിക്കുമായിരുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മഹത്തുക്കളുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ മഹാന്മാരൊക്കെ രാത്രി സമയം നല്ലതുപോലെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി അവിടെയാണ് തഹജ്ജുദിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും തഹജ്ജുദിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. തഹജ്ജുദിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒരൽപ്പം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഇനി അതിന്റെ രൂപത്തിലേക്ക് വരാം. തഹജ്ജുദിന്റെ രൂപം പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം തഹജ്ജുദിന്റെ സമയം. തഹജ്ജുദിന്റെ സമയം എപ്പോഴാണ്? അവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, രാത്രി ഇശായി നിസ്കരിക്കണം, അതേപോലെ തന്നെ കിടന്നുറങ്ങണം. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാലാണ് തഹജ്ജുദ് നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റാം. അപ്പോൾ ഒരാൾ രാത്രി ഇശായ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഇശായ് നിസ്കരിച്ചു, എന്നിട്ട് കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങി എണീറ്റാൽ അവനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. ഒന്നാമത്തെ വിഷയം. ഇനി അതല്ല, ഒരാൾ രാത്രി ഇശായ് ബാങ്ക് കൊടുത്തതിന് ശേഷം കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം അയാൾ ഇശായ് നിസ്കരിച്ചു. അങ്ങനെയുള്ള ആളുകൾക്കും ആ ഇശായ് നിസ്കാര ശേഷം തഹജ്ജുദ് നിസ്കരിക്കാം. ഇവിടെ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് രാത്രി കിടന്നുറങ്ങണം, മറ്റൊന്ന് ഇശായ് നിസ്കരിക്കണം. അപ്പോൾ ഒരാൾ ഇശായ് ബാങ്ക് കൊടുത്തതിന് ശേഷം ആദ്യം ഇശായ് നിസ്കരിച്ചു, പിന്നെ കിടന്നുറങ്ങി, അങ്ങനെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാം. ആ രൂപം സ്വീകരിക്കാം. ഇനി അതല്ല, ചില ആളുകളൊക്കെ ചിലപ്പോൾ രാത്രി ഇശായ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഇശായ് നിസ്കരിക്കാതെ തന്നെ കിടന്നുറങ്ങിയ ആളുകൾ ഉണ്ടാകും. അങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഒരു പാതിരാ സമയത്ത് എണീറ്റ് അവർ ഇശായ് നിസ്കരിക്കാം. അങ്ങനെ ഇശായ് നിസ്കരിച്ച ആളുകൾക്കും ഇശായ് നമസ്കാര ശേഷം തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളതാണ്. ഇശായ് നിസ്കാരം സംഭവിക്കണം, രാത്രിയിൽ ഉറക്കം സംഭവിക്കണം. അത് ആദ്യം ഉറക്കം സംഭവിച്ച് പിന്നെ ഇശായ് സംഭവിച്ചാലും തഹജ്ജുദ് നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും. എന്നിരുന്നാലും അങ്ങനെ രാത്രി കിടന്നുറങ്ങി എണീറ്റ ഒരാള് ഇശായ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ഇശായ് നിസ്കരിക്കണം, അതിനുശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഈ തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അർദ്ധരാത്രി പിന്നിട്ട് കടന്നതിന് ശേഷമാണ് ഏറ്റവും നല്ല സമയം. അതായത് പാതിരാത്രി സമയമാണ് ഏറ്റവും നല്ല സമയം. ഇനി ഇതിൽ തന്നെ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? അത് അത്തായ സമയമാണ്. അതായത് വിശുദ്ധമായ റമദാൻ മാസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലും നമ്മൾ അത്തായം കഴിക്കാൻ വേണ്ടി സുബ്ഹിക്ക് മുമ്പുള്ള സമയം നമ്മൾ ഉണരും.
ആ സമയമുണ്ടല്ലോ, ആ സുബ്ഹിക്ക് മുമ്പുള്ള സമയം, അത് ഏറ്റവും നല്ല സമയമാണ്. ആ സമയം നമ്മൾ നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയം വളരെ മഹത്വമുള്ള സമയമാണ്. ആ സമയം തന്നെയാണ് തഹജ്ജുദിന് വേണ്ടി ഏറ്റവും വലിയ മഹത്വമുള്ള സമയം. ഈ രാത്രി സമയത്ത് ഉറങ്ങുകയും ഇശാ നിസ്കരിക്കുകയും ചെയ്ത ആളുകൾക്ക് രാത്രി എണീറ്റ് എല്ലാ സമയത്തും നിസ്കരിക്കാൻ പറ്റും. അവർക്ക് തന്നെ ഏറ്റവും നല്ലത് പാതിരാ സമയത്താണ്. അതിൽ തന്നെ ഏറ്റവും നല്ലത് ഈ അത്തായ സമയത്തുള്ള സമയമാണ്. സുബ്ഹി ബാങ്ക് കൊടുത്താൽ തഹജ്ജുദിന്റെ സമയം കഴിഞ്ഞു. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തഹജ്ജുദിന്റെ സമയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി തഹജ്ജുദ്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, തഹജ്ജുദ് എത്ര റകാത്തുകളാണ് എന്നുള്ളതാണ് പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം. അതായത് ഇവിടെ കിതാബുകളിൽ പ്രബലമായി പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തഹജ്ജുദിന്റെ റകാത്തുകൾക്ക് പരിധിയില്ല എന്നുള്ളതാണ്. അതായത് എത്ര വേണമെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാം. ഒരാൾക്ക് 2 റകാത്ത് നിസ്കരിക്കാം, അല്ല 4 നിസ്കരിക്കാം, അല്ല 6 നിസ്കരിക്കാം, 8 നിസ്കരിക്കാം, 10 നിസ്കരിക്കാം, 12 നിസ്കരിക്കാം. അവർക്ക് സാധിക്കുന്ന അത്രയും തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 2 റകാത്തെങ്കിലും എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തഹജ്ജുദ് നമസ്കാരത്തിന്റെ റകാത്തുകൾക്ക് പരിധിയില്ല, പറ്റുന്നത്ര നിസ്കരിക്കാം എന്നുള്ളതാണ് തഹജ്ജുദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇനി ഈ തഹജ്ജുദ് നമസ്കാരം വിത്ർ നമസ്കാരം ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഞാൻ പറഞ്ഞു തഹജ്ജുദ് നമസ്കാരത്തിന് 2 കണ്ടീഷൻ പറഞ്ഞു. ഒന്ന് ഇശായ് നിസ്കരിക്കണം, മറ്റൊന്ന് കിടന്നുറങ്ങണം. അത് എങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ല. ആദ്യം കിടന്നുറങ്ങിയതിന് ശേഷം ഇശായ് നിസ്കരിച്ചിട്ടും തഹജ്ജുദ് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ വിത്ർ നമസ്കാരത്തിന്റെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഇശായ് നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബ്ഹി വരെയുള്ള സമയത്ത് വിത്ർ നമസ്കാരം നിർവഹിക്കാം, തഹജ്ജുദിനെ പോലെ തന്നെ. പക്ഷേ വിത്ർ നമസ്കാരത്തിന് തഹജ്ജുദിനുള്ളത് പോലെ ഉറക്ക് സംഭവിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്നുള്ളത്, ഒരാൾ ഇശായ് നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങാതെ തന്നെ അയാൾക്ക് വിത്ർ നിസ്കരിക്കാം. അതായത് വിത്ർ നമസ്കാരത്തിനിക്ക് ഉറങ്ങണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ഉറങ്ങാതെ തന്നെ അയാൾക്ക് വിത്ർ നമസ്കരിക്കാം, ശേഷം കിടന്നുറങ്ങാം. ഇവിടെ വിത്ർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, വിത്ർ നമസ്കാരം 2 രൂപത്തിലായി നിലനിർത്തുന്ന രീതി. ഒന്ന്, ഇശായ് നിസ്കരിച്ച് വിത്ർ നമസ്കരിച്ച് കിടന്നുറങ്ങുന്ന രൂപം, അല്ലെങ്കിൽ ഇശായ് നിസ്കരിച്ച് കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം വിത്ർ നമസ്കരിക്കുന്ന രൂപം. അവിടെ ഏതാണ് നല്ലത്? ഒരാള് സുബ്ഹിക്ക് മുമ്പ് എണീറ്റ് നിസ്കരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ തഹജ്ജുദ് സമയത്ത് എണീറ്റ് അയാൾ നിസ്കരിക്കാറുണ്ട്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏറ്റവും നല്ലത് വിത്ർ നമസ്കാരത്തെ രാത്രിയുടെ അവസാന ഭാഗത്തിലേക്കാക്കി മാറ്റിവെക്കലാണ് നല്ലത്. അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം വിത്ർ നിസ്കരിക്കലാണ് നല്ലത്. അല്ലാത്തവർക്ക് മുമ്പ് തന്നെ നിസ്കരിച്ച് കിടന്നുറങ്ങാവുന്നതുമാണ്. ഏതിരുന്നാലും ഏത് രൂപവും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ചരിത്രം പരിശോധിച്ച് നോക്കുന്നിടത്ത് വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വിത്ർ നമസ്കാരത്തിന്റെയും സമയം എന്നുള്ളത് സുബ്ഹി ബാങ്ക് വരെയാണ്. അങ്ങനെ പാതിരാ സമയത്ത് ഒരാൾ ആദ്യം ഇശായ് നിസ്കരിച്ച് കിടന്നുറങ്ങി എണീറ്റതിന് ശേഷമാണ് അയാൾ വിത്രും തഹജ്ജുദും 2 നിസ്കരിക്കാൻ അയാൾ പ്ലാൻ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുക? അതായത് രാത്രി എണീറ്റ് നിസ്കരിക്കുന്ന ഒരാൾ, വിത്ർ നിസ്കരിക്കുന്ന ഒരാൾ, ആ വിത്ർ നമസ്കാരത്തിന് നിയത്തോടു കൂടെ അയാൾക്ക് തഹജ്ജുദിനെയും കരുതാം. അതായത് ഉസുല്ലി സുന്നത്തുൽ വിത്രി റകാത്തൈനി മഅ തഹജ്ജുദി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. വിത്രിന്റെ 2 റകാത്ത് സുന്നത്ത് നിസ്കാരം തഹജ്ജുദോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അയാൾക്ക് നിസ്കരിച്ചാൽ, അങ്ങനെ രാത്രി കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം അങ്ങനെ നിസ്കരിക്കുന്ന വ്യക്തി അയാൾക്ക് വിത്റും കിട്ടി, തഹജ്ജുദും കൂടി കിട്ടും. അതിന് വേറെ വേറെ തന്നെയും നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ആവശ്യം ശ്രദ്ധിക്കാം. ഏതായാലും വിത്ർ നമസ്കാരത്തിന് ഇവിടെ ശ്രദ്ധിക്കണം. ആദ്യം 2 റകാത്ത് നിസ്കരിച്ച് പിന്നെ 1 റകാത്ത് നിസ്കരിക്കണം. അത് വിത്ർ ഒറ്റായ നിറത്തിലാണ് നിസ്കരിക്കേണ്ടത്. ഏറ്റവും ചുരുങ്ങുന്ന 1 റകാത്ത്, പരിപൂർണ്ണം അതിൽ ചുരുങ്ങുന്നത് 3 റകാത്ത്, അല്ലെങ്കിൽ 5 നിസ്കരിക്കാം, അല്ലെങ്കിൽ 7 നിസ്കരിക്കാം, 9 നിസ്കരിക്കാം, 11 നിസ്കരിക്കാം. 11 വരെയാണ് നിസ്കരിക്കാൻ പറ്റുക വിത്ർ. ഇനി ഈ 11ലൊക്കെ കൂടുതൽ നിസ്കരിക്കുന്ന ഒരാൾ, അപ്പോൾ അയാളുടെ ആദ്യത്തെ സമയമൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാം. അങ്ങനെ അവസാനത്തെ സമയം അയാൾ വിത്രിന് വേണ്ടി മാറ്റിവെച്ച് വിത്ർ നിസ്കരിക്കാം. അതായത് ഒരുപാട് നിസ്കരിക്കുമ്പോൾ ഈ വിത്ർ നമസ്കാരം രാത്രിയുടെ അവസാന ഭാഗത്തേക്കാക്കി മാറ്റിവെച്ച്, അതായത് സുബ്ഹിക്ക് മുമ്പുള്ള ആ സമയത്തേക്ക് മാറ്റിവെച്ച് വിത്ർ നമസ്കാരം അവസാന ഭാഗത്തേക്കാക്കി നിസ്കരിക്കലാണ് നല്ലത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിത്ർ നമസ്കരിക്കലോട് കൂടെ തന്നെ തഹജ്ജുദിനെ കൂടി കരുതാവുന്നതാണ്. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും വിത്രിന്റെയും തഹജ്ജുദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി തഹജ്ജുദിന്റെ രൂപം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഒരാൾ തഹജ്ജുദിന് വേണ്ടി 2 റകാത്തിന് വേണ്ടി നിയത്ത് വെച്ചു. ഉസുല്ലി സുന്നത്ത തഹജ്ജുദി റകാത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. തഹജ്ജുദ് 2 റകാത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു
എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അയാൾ കൈ കെട്ടിയാൽ സാധാരണ 2 റക്അത്ത് എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിക്കാം. അപ്പോൾ തഹജ്ജുദിൽ നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ റുക്കുവിൽ സുജൂദിലൊക്കെ നമുക്ക് തസ്ബീഹുകളൊക്കെ അധികമായി ചൊല്ലാൻ പറ്റുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അത് സാധാരണ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലും തസ്ബീഹ് നമുക്ക് 11 പ്രാവശ്യം വരെ അധികരിപ്പിച്ച് ചൊല്ലാം. അത് റുക്കുവിലും ചൊല്ലാം സുജൂദിലും ചൊല്ലാം. കൂടുതൽ തസ്ബീഹുകളൊക്കെ ചൊല്ലാൻ പറ്റുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റുക്കുവിലും സുജൂദിലും ഒക്കെ അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനകൾ എന്ന വിഷയത്തിൽ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ഒക്കെ കണ്ട് പറ്റുമെങ്കിൽ ആ വീഡിയോകളൊക്കെ കണ്ട് അതൊക്കെ പ്രാവർത്തികമാക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഈ നമുക്ക് ഇങ്ങനെ അധികരിപ്പിച്ചിട്ടൊന്നും നമ്മൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മൾ നിസ്കരിക്കുന്ന പോലെ ഈ സമയത്ത് എണീറ്റുകൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ സാധാരണ നമുക്ക് 2 റക്അത്ത് പതിവാക്കാൻ പറ്റുമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാം. ഇനി 4 പറ്റുന്നെങ്കിൽ വീണ്ടും 2 റക്അത്ത് എണീറ്റ് നമ്മൾ നിസ്കരിക്കാം. അങ്ങനെ നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും നിസ്കരിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മൾ അങ്ങേയറ്റം പൊറുക്കലിനെ ചോദിക്കുക. കാരണം വെച്ചാൽ മുസ്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പാരത്രിക ലോകത്ത് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. പരലോകത്ത് വിജയിക്കുക എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണ്? നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ആ പൊറുക്കലിനെ ചോദിക്കാൻ തന്നെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ തഹജ്ജുദിൻ്റെ സമയം. ആ സമയത്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹുവിനോട് അങ്ങേയറ്റം പൊറുക്കലിന് ചോദിക്കുക. കാരണം വെച്ചാൽ എല്ലാ ആളുകളും സാധാരണഗതിയിൽ കിടന്നുറങ്ങുന്ന സമയമാണ്, നല്ല ശാന്തമായ സമയമാണ്, ആത്മാർത്ഥമായിട്ട് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയം നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താം. മാത്രമല്ല നമ്മുടെ പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാകും. ഒരു പക്ഷേ വ്യത്യസ്തങ്ങളായ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അങ്ങനെ നമ്മുടെ പ്രയാസങ്ങൾ ഒരുപാടുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകും. അതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് തഹജ്ജുദിന്റെ സമയം. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെ നമ്മൾ അറബിയിൽ തന്നെ ദുആ ചെയ്യണമെന്നില്ല, മലയാളത്തിൽ ദുആ ചെയ്താലും മതി. ദുആന്റെ തുടക്കത്തിൽ ഹംദും സലാത്തും പറയാം, അവസാനവും ഹംദും സലാത്തും പറയാം. ഇന്ന് നമുക്കറിയുന്ന പോലെ പച്ച മലയാളത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ തഹജ്ജുദുമായി ബന്ധപ്പെട്ട ഏകദേശ വിഷയങ്ങളും നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇനി ഒറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കണം. തഹജ്ജുദ് നിസ്കാര ശേഷമുള്ള പ്രത്യേകമായ ദുആ ഞാൻ പറഞ്ഞു. തഹജ്ജുദിന് ശേഷം നമുക്കറിയുന്ന രൂപത്തിൽ ദുആ ചെയ്താൽ മതി. പറ്റുന്ന ആളുകൾ ഈ ദുആ കൂടി ചെയ്യുക. ഇത് തഹജ്ജുദിന് ശേഷമുള്ള പ്രത്യേകമായ ദുആ ആണ്. മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദിന് സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു എന്നുള്ള വിഷയമൊക്കെയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. പറ്റുന്ന ആളുകൾ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് ഈ ദുആ കൂടി നമ്മൾ ചെയ്യുക. പറ്റുന്ന ആളുകൾ തഹജ്ജുദിൻ്റെ സമയത്ത് ഈ ദുആ കൂടി ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ മലയാളത്തിലാണെങ്കിലും ദുആ ചെയ്താൽ മതി. ഏതിരുന്നാലും എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക. തഹജ്ജുദിൻ്റെ പ്രത്യേകമായ ഒരു ദുആ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറു സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത ഖയ്യൂമു സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻതൽ ഹഖ്ഖു വവഅദുക ഹഖ്ഖുൻ വഖൗലുക ഹഖ്ഖുൻ വലികാഉക ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വസ്സാഅത്തു ഹഖ്ഖുൻ വന്നബിയ്യൂന ഹഖ്ഖുൻ വമുഹമ്മദുൻ ഹഖ്ഖുൻ അല്ലാഹുമ്മ ലക അസ്ലംതു വഅലൈക തവക്കൽതു വബിക ആമൻതു വഇലൈക അനബ്തു വബിക ഖാസംതു വഇലൈക ഹാകംതു ഫഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിഹിി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫുൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്താം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. ഇതുപോലത്തെ ഉപകാരപ്രദമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അവൻ പൊരുത്തപ്പെട്ട ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.